السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് മാലിക് ദിനാർ ജമാഅത്ത് പള്ളിയുടെ ഖത്തീബ് ഉസ്താദായ മജീദ് ബാഖവി ഉസ്താദ് അവറുകൾ, അതുപോലെ ഇന്നത്തെ ഈ വേദിയിലെ അധ്യക്ഷൻ മഹ്മൂദ് ഹാജി അവറുകൾ, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രധാന അതിഥികളെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, യുവാക്കൾ, അള്ളാഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ഒരു പരിപാടിയാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ ഖുവത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ നബിദിന പരിപാടി ഒരാഴ്ചക്ക് മുമ്പ് പെൺകുട്ടികളുടെ പരിപാടിയും, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വെച്ച് രാവിലെ മുതൽ ആൺകുട്ടികളുടെ പരിപാടി ഇവിടെ നടക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ, നല്ല വിപുലമായ രീതിയിൽ നമുക്ക് അത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. എത്രമാത്രം നമുക്കതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമോ അത്രമാത്രം അതിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതിനു വേണ്ടി പ്രയത്നിച്ചതായ കമ്മിറ്റിക്കാരും ഉസ്താദുമാരും യുവാക്കളും പ്രവാസികളും അതുപോലെ തന്നെ മറ്റുള്ളതായ ജനങ്ങൾ, അല്ലാഹു തആല അവർക്ക് തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ടാണ്. നബി തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും നാം ഇങ്ങനെയുള്ളതായ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചതും. അത് മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശവും നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടതായ ഒരു മാസമായതുകൊണ്ട് തന്നെ നബി തങ്ങളോടുള്ളതായ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളതായ സദസ്സുകൾ നാം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവൽ കടന്നു വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടതായ ആ ഒരു പ്രത്യേകമായ പ്രധാനപ്പെട്ട മാസം കടന്നു വരുമ്പോൾ ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ സന്തോഷിക്കണം, അവനിക്ക് സന്തോഷമുണ്ടാകണം. അത് ഈമാനിന്റെ അടയാളമാണ്. ഒരു മനുഷ്യനിക്ക് റബീഉൽ അവൽ മാസം കടന്നു വന്നപ്പോൾ, റബീഉൽ അവൽ 12 ആയപ്പോൾ അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നില്ല. അവനിക്ക് നബി തങ്ങളോടുള്ളതായ പ്രത്യേകമായ ഒരു ആദരവുണ്ടാകുന്നില്ല. എന്നാൽ അവൻ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ്റെ ഈമാനിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന കാര്യം അവൻ മനസ്സിലാക്കിക്കൊള്ളണം. റബീഉൽ അവലാകുമ്പോൾ നബിദിനാഘോഷം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നിങ്ങനെയുള്ളതായ ചർച്ചകളല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അത് എങ്ങനെ നടത്തണം, ഏതൊക്കെ രീതിയിൽ നടത്തണം എന്നിങ്ങനെയുള്ളതായ ചർച്ചകളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച, മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളൊക്കെയും അവർ ചർച്ച ചെയ്തത് റബീഉൽ അവൽ 12, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടതായ ആ ഒരു ദിവസം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നിങ്ങനെയുള്ളതായ ചർച്ചകളാണ് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ ചെയ്തിരുന്നത്. അതൊക്കെയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ യഥാർത്ഥ സ്നേഹത്തിന്റെ കാരണമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറയാനുള്ളത്, നാം ആദ്യം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നതാണ്. നമുക്കറിയാം, മഹാന്മാരായ സ്വഹാബാക്കളൊക്കെയും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതും ആദരിച്ചതും. അത്ഭുതപ്പെട്ടു പോകും. ഓരോ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉഹദ് യുദ്ധവേളയിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് പൊട്ടിയെന്ന് കേട്ടപ്പോൾ, നബി തങ്ങൾക്കില്ലാത്തതായ പല്ല് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പല്ലിനെ പൊട്ടിച്ചെടുത്തതായ സ്വഹാബാക്കളുണ്ട്.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ, ഈ ഭൂമി ലോകത്ത് നിന്ന് വഫാത്തായപ്പോൾ, നബി തങ്ങളില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കണ്ണിനെ പറിച്ചെടുത്തതായ മഹാന്മാരായ സ്വഹാബാക്കളുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതാണ് യഥാർത്ഥ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക എന്നതിനേക്കാൾ അപ്പുറത്തുള്ള സ്നേഹമാണ് മഹാന്മാരായ സ്വഹാബാക്കൾക്കുണ്ടായത്. അത് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ മാസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വഹാബാക്കളൊക്കെയും വിജയിച്ചു പോയത് നബി തങ്ങളോടുള്ളതായ ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. നമുക്കും അങ്ങനെ മഹാന്മാരായ സ്വഹാബാക്കൾ സ്നേഹിച്ചതുപോലെ നബി തങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് കഴിയുന്നത്ര നബി തങ്ങളെ നാം സ്നേഹിക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടത്? വെറും റബീഉൽ അവൽ മാസമാകുമ്പോൾ അവിടുത്തെ പ്രകീർത്തനങ്ങളും മദ്ഹുകളും പാടിയും പറഞ്ഞും മാത്രമല്ല, മറിച്ച് എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടും അവിടുന്ന് പറഞ്ഞതായ കാര്യങ്ങളെ അതുപടി അനുസരിച്ചുകൊണ്ടും വിരോധിച്ചതായ കാര്യങ്ങൾ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ വിരോധിച്ചുകൊണ്ട് ചെയ്യാതിരിക്കൽ കൊണ്ടുമാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു തആല നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗത്തെ ചുരുക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് മജീദ് ബാഖവി ഉസ്താദ് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താനുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പിന്നെ പ്രധാനമായും പറയാനുള്ളത്, നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ ഒരു ബിൽഡിംഗ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയൊരു ചെലവ് അതിനിക്കൊണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ മഹല്ലിന് അത്യാവശ്യമായൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മഹല്ലിന് ജമാഅത്തിന് പ്രത്യേകമായൊരു വരുമാനമില്ല. നമുക്കറിയാം, നമ്മുടെ മദ്രസ 7 വരെ മാത്രമാണ് നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ മദ്രസയിലുള്ളത്. കുട്ടികളില്ലാത്തത് കൊണ്ടല്ല, കുട്ടികൾ ധാരാളമുണ്ട്, പക്ഷേ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ജമാഅത്തിന്റെ കീഴിൽ ഒരു ബിൽഡിംഗ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് പ്രത്യേകമായും ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിക സൂക്തം കൊണ്ട് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.